അനേകം തലമുറകളെ വിജ്ഞാനദീപ്തിയാൽ പ്രശോഭിച്ച ഈ വിദ്യാലയം 57 വർഷങ്ങൾ വർണ്ണപ്പകിട്ടോടെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ആനന്ദത്തിൻ്റെ ആരവങ്ങൾ ആഘോഷത്തോളം ഉയരുന്ന ഈ സുന്ദര സുദിനത്തിൽ ഓർമ്മയുടെ ഏടുകളിൽ ഒളിമങ്ങാതെ വരച്ചു ചേർക്കാൻ ഇതാ വീണ്ടും ഒരു അധ്യാപക രക്ഷാകർതൃദിനം. സ്റ്റാറി നൈറ്റ് 2025 വിസ്മയ ചെപ്പ് തുറന്ന് കലയുടെ വർണ്ണപ്പകിട്ട് ചാർത്തുന്ന ഈ സുന്ദര രാവിലേക്ക് ഒരിക്കൽ കൂടെ ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രാർത്ഥനാ മംഗളങ്ങളാൽ പൂമുഖം എന്നും പ്രസന്നമാണ്. ഇന്നേ ദിനം ഏറ്റവും അനുഗ്രഹപ്രദമാകാൻ ദൈവിക കടാക്ഷം യാചിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ആരംഭിക്കാം. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy the ground as a falling, but for the showers we plead. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy the ground as a falling, but for the showers we plead. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy the ground as a falling, but for the showers we plead. സാൻജോ നഴ്സറി സ്കൂളിൻ്റെ വാർഷികാഘോഷങ്ങൾക്ക് ഉണർവേകുവാൻ സാന്നിധ്യത്താൽ ഈ വേദിയുടെ മാറ്റുകൂട്ടുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി കുമാരി തെരേസ് ജോളിയെ ക്ഷണിക്കുന്നു. To all, today is a beautiful and joyful day as we celebrate the annual day of our St. John Esco Panavalli. On this present occasion, it's my duty to warmly welcome each one of you. Today is our day. It's a day of celebration. Let me welcome all present here. Firstly, I welcome Reverend Father Raju Avukaran, Vicar of St. Augustine Church, Panavalli. He is with us to inaugurate the celebration. Heartily welcome, dear Father. Now I welcome Grand Sister Bonnie Maria SCC, Pavisha Kosa. She is presiding over the function. Welcome, dear sister. Now I welcome Grandfather Peter Kanarakatari. He is with us. I welcome him on behalf of present here. Welcome, dear Father. Now I welcome Grandfather Bibin Good Sarah, CMI, a good singer.
to our celebration. Welcome, dear Father. In the testy of St. Augustine Church, Mr. George Pattanavadam is with us. Welcome, sir. Welcome. Our PT is very active and the vibrant president, Mr. Linus Rakil, is here. I welcome you, sir. Now I also welcome our dear parents and teachers who support us always behind our success. Let's make the evening grand and memorable. Thank you. അഗസ്റ്റിൻ ചർച്ച് വികാരി റവറൻഡ് ഫാദർ രാജു ഔക്കാറിനെ ഉദ്ഘാടന പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. വിശിഷ്ടാതിഥികളെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏറ്റവും സന്തോഷത്തോടെയും അതിലേറെ ഈ മക്കളോടുള്ള വാത്സല്യത്തോടെയുമാണ് നമ്മളെല്ലാവരും ഈ സമയത്ത് ഈ സാൻജോ നഴ്സറി സ്കൂളിൻ്റെ ഈ അങ്കണത്തിൽ ഈ സുന്ദരമായി അലങ്കരിച്ചിരിക്കുന്ന ഈ പ്രതീതിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുക. എത്ര സുന്ദരമായാണ് ബഹുമാനപ്പെട്ട മദർ ജെറിൻ ജോസ് മദറിൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ചേർന്ന് മറ്റ് സിസ്റ്റേഴ്സിനോടുമൊപ്പം ചേർന്ന് ഈ സാൻജോ സ്കൂള് ഇത്ര മനോഹരമായി അലങ്കരിക്കുകയും നമ്മയെല്ലാം വളരെ ഹൃദ്യമായി ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തത്. എത്രയേറെ ഹൃദ്യമായിട്ടാണ് ഈ കുഞ്ഞുമകള് കുമാരി തെരേസ് ജോളി ഞങ്ങളെല്ലാവരുടെയും പേര് പഠിച്ചെടുത്തു. ഈ പേര് ഈ അവൂക്കാരൻ എന്നാണ് എൻ്റെ വീട്ടുപേര്. പാണാവള്ളിയിൽ ആരും ഈ പേര് അത്ര കൃത്യമായി പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ പല പട്ടരുമടം ജോർജ് ഏട്ടൻ്റെ പേര്, കുരിശുതറ, കാഞ്ഞിരക്കാട്ട് കരി, ഈ പേരുകളൊക്കെ വളരെ കൃത്യമായിട്ട് കൊച്ച് തെരേസ് ജോളി പഠിച്ചെടുത്തു. അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ ഒരുക്കുന്നതിൻ്റെ ആ ഹൃദ്യതയോടെ തന്നെ നമ്മുടെ എല്ലാ മക്കളെയും ഈ നല്ല സായാഹ്നത്തിന് വേണ്ടിയിട്ട്, വാർഷികാഘോഷത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ സ്റ്റാഫ് മദറിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. മദർ എന്നോട് പറഞ്ഞത് മുട്ടുകുത്തി കൈവിരിച്ചെന്ന് പ്രാർത്ഥിക്കണേ അച്ഛാന്നാണ് പറഞ്ഞത്. ഞാനത് പരിപാടിക്ക് മുമ്പ് ചെയ്തില്ലെങ്കിലും പരിപാടി കഴിഞ്ഞിട്ടായാലും ചെയ്തോളാം. അത്രയേറെ ഹൃദ്യമായ ഒരു സായാഹ്ന ആഘോഷത്തിന് വേണ്ടിയിട്ട് നമ്മെ എല്ലാവരെയും സ്വാഗതം ചെയ്ത ഈ മക്കളെ ഒരുക്കിയ ഈ ബഹുമാനപ്പെട്ട സിസ്റ്റർ ജെറിൻ ജോസിനെയും ഒപ്പം ഉള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും സ്റ്റാഫിനെയും നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് കൈയടിച്ച് അഭിനന്ദിക്കാം. ഒത്തിരിയേറെ ഒരുക്കത്തോടെയാണ് നമ്മളൊക്കെ ഇവിടെ ആയിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ചിന്ത. മക്കളെ അഭിനന്ദിക്കുന്നു. മക്കളെ വളർത്തുവാൻ ഇവിടെ എന്നുമെന്നും എത്തിക്കുന്ന മാതാപിതാക്കളെയും അഭിനന്ദിക്കുന്നു. ഓരോ ദിവസവും ക്ലാസ്സിലേക്ക് മക്കളെ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ മക്കളെക്കുറിച്ച് പലവിധ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പലവിധ അവരുടെ വളർച്ചയുടെ വഴികൾ ഏതൊക്കെയായിരിക്കും, നിങ്ങളുടെ പ്രതീക്ഷകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകും. ഒരുപക്ഷെ നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊപ്പം അവർ വളരും. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ പ്രതീക്ഷകളെ അവർ തകിടം മറിക്കുകയും ചെയ്യും. ഒരു ചെറിയ ചിന്ത ഇതുമായി ബന്ധപ്പെട്ടുള്ളത് മാതാപിതാക്കളോടാണ് എൻ്റെ വിചിന്തനം ഞാൻ പങ്കുവയ്ക്കുക. ഈ മക്കളെ നമ്മൾ വളർത്തുന്നത് നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി മാത്രമല്ല. ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും നമ്മുടെ എല്ലാം മാതാപിതാക്കളുടെയും കെയർ ഗീവേഴ്സിൻ്റെയും സ്കൂൾ സ്ഥാപനങ്ങളുടെയും അധികാരികളുടെയും ഒക്കെ നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് അല്പമൊന്ന് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാക്കി മാറ്റുമ്പോൾ സ്വന്തം ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ഭൗതികവും ആധ്യാത്മികവുമായ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇന്ന് നാം കാണുന്ന പല കാര്യങ്ങളും അതിലുണ്ടാവുന്ന കുറ്റങ്ങളും പോരായ്മകളും ഉൾപ്പെടെ അവരെ പരിശീലനത്തിന് സഹായിക്കും. പ്രിയപ്പെട്ടവരെ,
ജവഹർലാൽ നെഹ്റു നമ്മുടെ ഭാരതത്തിൻ്റെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററായിരുന്നു. അദ്ദേഹം പറഞ്ഞത് 2 ചിറകുകളാണ് ഒരു പക്ഷിക്കുള്ളത്. ഈ 2 ചിറകും ഉപയോഗിച്ചാലേ ഈ പക്ഷിക്ക് പറക്കുന്നതിൽ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ സാധിക്കൂ. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ നേട്ടങ്ങൾക്ക് ഭൗതികത മാത്രമല്ല, അവരുടെ സാമ്പത്തിക നേട്ടം മാത്രമല്ല, അവരുടെ ആധ്യാത്മികമായ നേട്ടങ്ങളും ഒപ്പം അവർ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ കുറവുകളും ഉൾപ്പെട്ടാൽ അവരുടെ ഈ പഠനം അവരുടെ പരിശീലനമായി മാറും. എവറി എഡ്യൂക്കേഷൻ ഈസ് എ ട്രെയിനിങ്. പഠനം പരിശീലനമാകണം. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടെ ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും നേരുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു കുട്ടികളുടെ ഉത്സവ ലഹരിയിലുള്ള നൃത്തത്തിൻ്റെയും ആസ്വാദന ലഹരി എല്ലാവർക്കും നേരുന്നു. നല്ല സമയം മാതാപിതാക്കൾക്കും അധ്യാപകർക്കും സ്കൂളിന് മുഴുവനായിട്ട് ഈ നമ്മുടെ വാർഷിക സമ്മേളനം പൊതുവായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. Thank you, Father, for gracing us with your esteemed presence and inspiring words. സാൻറ് ജോസ് സ്റ്റാറിന് 2025 ആഘോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒപ്പം കലാവിരുന്നിൻ്റെയും ആഘോഷമാണ്. ദീപം തെളിച്ച് ഈ ആഘോഷരാവ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും മറ്റ് വിശിഷ്ട വ്യക്തികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യയന വർഷത്തിൽ സ്റ്റഡി പ്രൈസിന് അർഹരായ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനായി ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ ക്ഷണിക്കുന്നു. KG വിഭാഗം ഫസ്റ്റ് പ്രൈസ് ആദ്വി കൃഷ്ണൻ. സെക്കൻഡ് പ്രൈസ് ദീപ്ത D രാജീവ്. UKG വിഭാഗം യാദ്വി K വിപിൻ ദാസ്. UKG വിഭാഗം സെക്കൻഡ് പ്രൈസ് വേദിക വിഷ്ണു ആൻഡ് ക്രിസ്ത്യാനോ ജെറിൻ. ഫാദർ, വലുതായി ചിന്തിച്ച് വിജയിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന വാക്കുകളും വളരെയേറെ വിലയേറിയതാണ്. തൻ്റെ സാന്നിധ്യത്താലും വാക്കുകളാലും പ്രചോദിപ്പിക്കാനും ഈ സുന്ദരവേളയിൽ
അധ്യക്ഷ പ്രസംഗത്തിലൂടെ വേദിയെ ധന്യമാക്കാനും എത്തിയിരിക്കുന്ന FCC തിരുഹൃദയ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ ഡേയ്സ് ജോണിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതിമനോഹരമായ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് വികാരി ബഹുമാനപ്പെട്ട രാജു അച്ച, ബഹുമാനപ്പെട്ട സനീഷ് അച്ച, വിപിൻ അച്ച, ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ജെറിൻ, കൈക്കാരൻ ശ്രീ ജോർജ് പട്ടരുമടം, PTA പ്രസിഡൻറ്റ് ശ്രീ ലിൻസൺ ചിറയ്ക്കൽ, പ്രിയപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, നല്ലവരായ നാട്ടുകാരെ, ഈ വേദിയുടെ മുഴുവൻ കരുത്തായ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നലെ ചരിത്രമായി, നാളെ നിഗൂഢമാണ്. ഈ ഒരു ദിവസം അതൊരു സമ്മാനമാണ്. ഇവിടെ സ്വാഗതം പറഞ്ഞ തെരേസ ജോളി പറയുകയുണ്ടായി, ടുഡേ ഈസ് അവർ ഡേ എന്ന്. മനോഹരമായ ഈ ദിനത്തിൻ്റെ സാൻജോ നഴ്സറി സ്കൂളിൻ്റെ 57ാം പിറന്നാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നന്മയും വിശുദ്ധിയും എല്ലാവർക്കും ആദ്യമേ ആശംസിക്കുകയാണ്. നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ശ്രീ PJ അബ്ദുൽ കലാം ഒരിക്കൽ ആഫ്രിക്കൻ മുൻ പ്രസിഡൻ്റായിരുന്ന നെൽസൺ മണ്ടേലയെ സന്ദർശിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ അദ്ദേഹം PJ അബ്ദുൽ കലാം നെൽസൺ മണ്ടേലയോട് പറഞ്ഞു, നമ്മുടെ മഹാത്മാഗാന്ധിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, നിങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾ ഒരു മഹാത്മാവിനെ അയച്ചിരുന്നു എന്ന്. നെൽസൺ മണ്ടേലെ അബ്ദുൽ കലാമിനെ ശ്രവിച്ച് അല്പസമയം മൗനം പാലിച്ചതിന് ശേഷം പറഞ്ഞു, യു സെൻറ്റ് എ ബാരിസ്റ്റർ, വി റിട്ടേൺ ടു എ മഹാത്മാ. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു വക്കീലിനെ അയച്ചപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു മഹാത്മാവിനെ തിരിച്ചു തന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുമക്കളെ മഹാത്മാക്കളാക്കി രൂപപ്പെടുത്തി രാഷ്ട്രത്തിനും കുടുംബത്തിനും സമ്മാനിക്കുക എന്ന മഹനീയമായ പ്രക്രിയ നടക്കുന്ന ഇടമാണ് വിദ്യാലയം അല്ലെങ്കിൽ വിദ്യാഭ്യാസം. ഞാൻ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഇവിടെ എത്തിയപ്പോൾ വലിയ സന്തോഷം തോന്നി. മാതാപിതാക്കളും നല്ലവരായ അഭ്യുദയകാംക്ഷികളും നാട്ടുകാരുമൊക്കെ ഒന്നു ചേർന്ന് ഇന്നത്തെ ആനിവേഴ്സറി ആഘോഷത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. സിസ്റ്റർ ജെറിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു കൂട്ടായ്മയും ശക്തിയും ഒക്കെ കാണാനായിട്ട് സാധിച്ചു. ഇത്രയും വലിയൊരു ആഘോഷം ഒരു നഴ്സറി സ്കൂളിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ കുഞ്ഞുങ്ങൾ ഓടിക്കളിച്ച് അവരുമായിട്ടുള്ള സമ്പർക്കം തന്നെ നമുക്കൊരു ദൈവിക സന്തോഷം നൽകുന്നു. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം ഈ കോൺവെൻറ്റിനും ഒരു വലിയ മുതൽക്കൂട്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലവരാണ്, നന്മ നിറഞ്ഞവരാണ്, നാടിൻ്റെ സ്വത്താണ്, രാഷ്ട്രത്തിൻ്റെ സമ്പത്താണ്. എന്നാൽ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ആശയവിനിമയ സംവിധാനങ്ങളും സാമൂഹ്യ രാഷ്ട്രീയ പരിതസ്ഥിതികളുമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപവൽക്കരണത്തിലും വിജ്ഞാന സമ്പാദനത്തിലുമൊക്കെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഈ നഴ്സറി സ്കൂൾ വിട്ടാലും നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ വലിയവരായി പ്രാപ്തരായി എന്ന് ചിന്തിക്കാതെ എന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ അനുധാവനം ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. അവരുടെ സൗഹൃദ വലയങ്ങൾ നമ്മൾ നിരീക്ഷിക്കണം. അവരുടെ ടീച്ചേഴ്സുമായി ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ എന്നും നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ഉണ്ടാകും. നമ്മുടെ മക്കൾ ഇന്നൊരു പേന ചോദിച്ചാൽ ഒരു പാക്കറ്റ് പേന മേടിച്ചു കൊടുക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ കുടുംബത്തിലെ കഷ്ടതകളിലും സന്തോഷങ്ങളിലും തീരുമാനങ്ങളിലും ഒക്കെ നമ്മുടെ മക്കളെ കുഞ്ഞിലേ പങ്കെടുപ്പിക്കാനുള്ളൊരു താല്പര്യം നമുക്കുണ്ടാകണം. ഞാനൊരു വാട്സപ്പ് ഇമേജ് കണ്ടത് ഇപ്രകാരമാണ്. ഒരു പിതാവും മകനും കൂടി ഒരു സായാഹ്നത്തിൽ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭിക്ഷക്കാരനെ കണ്ട പിതാവ് ആ ഭിക്ഷക്കാരനെ ചൂണ്ടിക്കാട്ടിയിട്ട് മകനോട് പറയുകയാണ്, നീ പഠിച്ച് മിടുക്കനായില്ലെങ്കിൽ നിനക്കും ഈ ഗതി വരും. അല്പം സമയം കഴിഞ്ഞ് മറ്റൊരു പിതാവ് തൻ്റെ മകൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ആ വഴിയെ നടന്നു വരികയാണ്. ആ പിതാവ് ഈ ഭിക്ഷക്കാരനെ ചൂണ്ടിക്കാട്ടിയിട്ട് മകനോട് പറഞ്ഞു, മകനെ, നീ പഠിച്ച് മിടുക്കനായിട്ട് വേണം ഇത്തരത്തിലുള്ളവരെ സഹായിക്കാൻ. പ്രിയപ്പെട്ടവരെ, രണ്ടാമത് വന്ന പിതാവ് ആ ഭിക്ഷക്കാരന് ഭിക്ഷ നൽകിക്കൊണ്ടാണ് പറഞ്ഞത്, നീ പഠിച്ച് മിടുക്കനായിട്ട് വേണം ഇതുപോലുള്ളവരെ സഹായിക്കാൻ. ആദ്യം വന്ന പിതാവ് പറഞ്ഞതും നന്നായി പഠിക്കണമെന്ന് തന്നെയാണ്. പക്ഷേ നീ പഠിച്ചില്ലെങ്കിൽ നിനക്കും ഈ ഗതി വരും.
നോക്കുക, ആദ്യം വന്ന പിതാവ് ഒരു നെഗറ്റീവ് എനർജിയാണ് എൻ്റെ മകന് പ്രദാനം ചെയ്തത്. രണ്ടാമത് വന്ന പിതാവാകട്ടെ ഒരു പോസിറ്റീവ് എനർജി. നമ്മുടെ മക്കൾ ഏറെ അഡ്വാൻസ്ഡാണ് ഈ കാലഘട്ടത്തിൽ. ഒരു പോസിറ്റീവ് എനർജി അവർക്ക് പകർന്നു നൽകിക്കൊണ്ട് നമ്മുടെ മക്കളുടെ കൂടെ നിൽക്കാൻ നമുക്ക് ശ്രമിക്കാം. സിസ്റ്റർ ജെറിൻ എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അധ്യാപകരോട് ചേർന്ന് നിന്നുകൊണ്ട് വിദ്യാലയത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കായി ഉയർച്ചയ്ക്കായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നല്ലവനായ ദൈവം അതിന് നമ്മെ പ്രാപ്തരാക്കട്ടെ. നിങ്ങൾ വളരെ ഉത്സാഹശീലരായിട്ട് മാതാപിതാക്കൾ ഇതിനോടൊപ്പം വിദ്യാലയത്തോട് സഹകരിക്കുന്നുണ്ട് എന്നറിയാം. ഈ കോൺവെൻറ്റിൻ്റെ പേരിൽ ഈ കോൺവെൻറ്റിലുള്ള സിസ്റ്റേഴ്സ് എല്ലാവരും തന്നെ എന്നെ പഠിപ്പിച്ച സിസ്റ്റർ പാസ്കൽ എൻ്റെ ഒരു ടീച്ചറാണ്. സിസ്റ്റർ അനീസിയും വിദ്യാലയ പ്രേക്ഷിത രംഗത്ത് ഏറെ ദീർഘകാലം അധ്വാനിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അതുപോലെ സിസ്റ്റർ ഡെന്നീസ് എൻ്റെ സഹപ്രവർത്തകയാണ്. അപ്പോൾ നല്ല ഒരു വിദ്യാഭ്യാസം ഈ മക്കൾക്ക് ലഭിക്കത്തക്ക വിധത്തിലുള്ള എല്ലാ പ്രോത്സാഹനവും പരിശീലനവും ഈ വിദ്യാലയത്തിൻ്റെ അന്തരീക്ഷത്തിലുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യമൊക്കെ ഉണ്ടാകാറുണ്ട് എന്ന് സിസ്റ്റേഴ്സ് പറയുകയുണ്ടായി എന്നോട് വന്നോട്. ഒരു ആത്മീയ സാന്നിധ്യം അങ്ങനെയും കുട്ടികൾക്ക് ലഭിക്കുന്നു. അപ്പോൾ ഈ കുട്ടികൾ ഭാഗ്യപ്പെട്ടവരാണ് എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുക. ഞാനും സന്യാസ പരിശീലന കാലത്ത് ഇവിടെ റീജൻസിയും എനിക്ക് തോന്നുന്നു ഒരു 89 തോന്നുന്നു ഞാനിവിടെ വന്നപ്പോൾ. ഞങ്ങൾ റീജൻസിക്കായിട്ട് 2-3 മാസമൊക്കെ ഇവിടെ വന്ന് നിന്നു. അന്ന് ഞാൻ ഒരാഴ്ച ഈ നഴ്സറിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഭാഗ്യം ലഭിച്ചല്ലോ ഈ നഴ്സറിയിൽ പഠിപ്പിക്കാൻ എന്ന് ഞാനിന്ന് ചിന്തിച്ചു. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഈ കോൺവെൻറ്റിനോടും സിസ്റ്റർ ജെറിനോടും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോടും മാതാപിതാക്കളോടും ബഹുമാനപ്പെട്ട വൈദികരോടും പ്രത്യേകിച്ച് വികാരിയച്ഛനോടുമുള്ള ഞങ്ങളുടെ നന്ദിയും സ്നേഹവും കടപ്പാടും എല്ലാ അഭിനന്ദനവും അറിയിക്കാനായിട്ട് ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്കും എല്ലാ നന്മയും ആശംസിക്കുകയാണ്. നമ്മുടെ മക്കളെ നല്ലവരായി നമ്മുടെ കുടുംബത്തിനും രാഷ്ട്രത്തിനും എല്ലാം മുതൽക്കൂട്ടായി വളർത്തിയെടുക്കാൻ നിങ്ങളെ എല്ലാവരെയും നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ സ്റ്റാറി 2025 എല്ലാ നന്മയും വിശുദ്ധിയും മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sister, for your valuable words. അമേയ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനിൽ സമ്മാനാർഹരായവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനായി സ്നേഹനിറഞ്ഞ സിസ്റ്റർ ഡേസ്റ്റോണെ ക്ഷണിക്കുന്നു. ഗീത ഡി രാജീവ്, എഫ്രോൺ അഗസ്റ്റിൻ, അർപ്പിത അഖിൽനാഥ്, ഹിമ ഗൗരി, ആലിയ സിയാർ, ഇസ ആന്റണി, ജെറോൺ മാർട്ടിൻ,
ജോളി. താങ്ക് യു സിസ്റ്റർ. കഥകൾ നമ്മിൽ നല്ല ഗുണപാഠങ്ങൾ നൽകുന്നു. ഇതാ നമുക്ക് മുൻപിൽ ഒരു പാഠകഥയുമായി എത്തുന്നു ഓസ്റ്റിൻ ഹാരിസ്. മാന്യസാഹത്തിന് വന്ദനം. എൻ്റെ പേര് ഓസ്റ്റിൻ ഹാരിസ്. ഞാൻ ഇന്നൊരു കൊതിച്ച് അമ്മൂടെ കഥ പറയാം. മഹാകൊതിച്ച് എന്ത് കണ്ടാലും വേണം. ആനയായാലും ചേനയായാലും അമ്മൂമ്മ പറയും. ഹായ്, എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ. അമ്മൂമ്മ കൊതിച്ചാക്കാൻ അപ്പൂപ്പൻ തന്നെ കാരണക്കാരൻ. അപ്പൂപ്പൻ അമ്മൂമ്മയോട് വലിയ ഇഷ്ടമായിരുന്നു. ചോദിക്കുന്ന എന്ത് നടത്തിക്കൊടുക്കും. ചോദിക്കുന്ന എന്ത് കിട്ടുമെന്നായപ്പോൾ കിട്ടാൻ പ്രയാസമുള്ളത് ചോദിച്ചു തുടങ്ങി. സഹായിച്ചു കൊടുത്തില്ലെങ്കിൽ കുട്ടികളെ പോലെ ശാഠ്യം പിടിക്കും. ഒരു ദിവസം അമ്മൂമ്മയ്ക്ക് വാവലിറച്ചി തിന്നാൻ ഒരു കൊതി. കാര്യം അമ്മൂമ്മ അപ്പൂപ്പനോട് പറഞ്ഞപ്പോൾ അപ്പൂപ്പൻ ചോദിച്ചു, എവിടെ നിന്നാണ് വാവലിറച്ചി കിട്ടുക? സ്ഥലം അമ്മൂമ്മ കണ്ടുപിടിച്ചു. അകലെ അമ്പലപ്പറമ്പ്. അമ്പലപ്പറമ്പിൻ്റെ തെക്കേ മുറ്റത്ത് വലിയൊരു പാലമരം. പാലമരത്തിൻ്റെ കൊമ്പിൽ കുറേ വാവലുകൾ കൂട്ടം കൂട്ടമായി വരും. അവിടെയാണ് രാത്രി ഉറക്കം. സന്ധ്യ മയങ്ങി. അപ്പൂപ്പൻ അമ്പലപ്പറമ്പിൽ ചെന്നു. വലിയ വടിയുമായി അമ്മൂമ്മയും കൂടെ പോയി. അപ്പൂപ്പൻ അണ്ണാനെ പോലെ പറ്റി പിടിച്ച് കയറി. ഓരോ വാവലിനെയും പിടിച്ചിടുമ്പോൾ അപ്പൂപ്പൻ ചോദിക്കൂ, മതിയോ? ഇങ്ങനെ 50 എണ്ണത്തിനെ പിടിച്ച് തായിട്ടു. എന്നിട്ടും കൊതി മാറാതെ അമ്മൂമ്മ പറഞ്ഞു, ഇത് ചെറുതാണല്ലോ, ചേട്ടനൊരു വലുതിനെ പിടിച്ച് തായിട്ടാൽ എന്താ? അത് പറയേണ്ട താമസം. ഒരു കൂറ്റൻ വാവലിയുടെ ശബ്ദം. അമ്മൂമ്മയ്ക്ക് തൃപ്തിയായി. അമ്മൂമ്മ ചാടത്തുള്ളി പര തല്ലി. തല്ലല്ലേ, കൊതിച്ച് തല്ലേ, ഇത് വാവലല്ലേ, ഞാനാണേ. അമ്മൂമ്മയ്ക്ക് അബദ്ധം മനസ്സിലായി. ഓടിച്ചെന്ന് വെളിച്ചം കൊണ്ടുവന്ന് നോക്കിയപ്പോൾ എന്താ കഥ? അപ്പൂപ്പൻ. കാലൊടിഞ്ഞ് നരങ്ങുന്ന അപ്പൂപ്പനെ കണ്ട് അമ്മൂമ്മ പറഞ്ഞു, ഇനി ഞാൻ ഒന്നിനും കൊതിക്കില്ല, ഒന്നിനും ശാഠ്യം പിടിക്കില്ല. അപ്പൂപ്പൻ സത്യം ചെയ്തു. ഈ കൊതിച്ചിത്തള്ളിയുടെ താളത്തിനൊത്ത് ഞാനും തുള്ളുകയില്ല. ഇപ്പോൾ കണ്ടില്ലേ, അമിതമായ കൊതിയുടെ ഫലം ആപത്താണ്. നന്ദി, നമസ്കാരം. വാക്കുകൾ അത് മനുഷ്യരിൽ ചലനങ്ങൾ സൃഷ്ടിക്കും. അതവരെ നന്മയിലേക്ക് ആനയിക്കുകയും ചെയ്യും. ഈ ആഘോഷ പരിപാടികൾക്ക് കൂടുതൽ മാറ്റുകൂട്ടുന്നതിനായി അനുഗ്രഹ പ്രഭാഷണത്തിനെത്തിയിരിക്കുന്ന വെള്ളിയാറ സെൻറ്റ് സേവിയർ ചർച്ച് വികാരി റെവറൻ ഫാദർ പീറ്റർ കാഞ്ഞിരക്കാട്ടുകരിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സാൻജോ നേഴ്സറിയുടെ 57ാമത്തെ വാർഷികമാണ്. ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, സാൻജോ നേഴ്സറിയിൽ ഈ 57 വർഷം മുമ്പ് പഠിച്ച് കടന്നുപോയി അവരുടെ മക്കളുമൊക്കെ ആയിട്ടൊരു 3 തലമുറയെങ്കിലും ഇപ്പോൾ ഈ സാൻജോ നേഴ്സറിയിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. സാധാരണ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ആലുമിനി മീറ്റിംഗ് വയ്ക്കാറുണ്ട്. തീർച്ചയായിട്ടും സിസ്റ്ററിന് ആലോചിക്കാവുന്നതാണ്. സാൻജോ നേഴ്സറിയിൽ നിന്ന് പഠിച്ചു പോയവർ തിരിച്ചിവിടെ കൊണ്ടുവന്ന് അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു 3 തലമുറയെങ്കിലും മിനിമം ഈ സാൻജോ നേഴ്സറിയിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. തീർച്ചയായിട്ടും 57 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുമ്പോഴുള്ള അനുഭവമല്ല ഇന്ന് ഉള്ളത്. ഇന്ന് കാലഘട്ടം ഒരുപാട് മാറിയിട്ടുണ്ട്. എന്നിട്ടും ഈ 57ാമത്തെ വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും സാൻജോ നേഴ്സറിക്ക് പ്രസക്തിയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ആഘോഷങ്ങളൊക്കെ പ്രത്യേകമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. വിദ്യാഭ്യാസത്തിൻ്റെ തലങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം വിദ്യാഭ്യാസം ഇൻഫോർമേഷൻസ് കൊടുക്കുന്ന തലങ്ങളൊക്കെ വിട്ട് ഫോർമേഷൻ്റെ തലത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണ്. കുട്ടികൾ
അവർക്ക് ആവശ്യമായിട്ടുള്ള അറിവുകൾ മാധ്യമങ്ങളിലൂടെ ശേഖരിക്കുന്ന സ്വന്തമാക്കുന്ന കാലഘട്ടമാണ്. എന്നിട്ടും നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നും നിലനിൽക്കുന്നത് അറിവിൻ്റെ തലത്തിൽ മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് പരിശീലനത്തിൻ്റെ ഫോർമേഷൻ്റെ തലങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ നൽകുന്ന, അത് ഇല്ലാതായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടാതെ നിലകൊള്ളുക. ഇന്ന് നമ്മുടെ മക്കളൊക്കെ അറിവ് നേടുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ അറിവുകളെക്കാൾ ഉപരിയായിട്ട് ഫോർമേഷനാണ്, ഇൻഫോർമേഷനേക്കാൾ ഉപരിയായിട്ട് ഫോർമേഷനാണ് വലുതെന്നുള്ള വലിയ തിരിച്ചറിവ് നമുക്ക് കൃത്യമായിട്ട് തന്നെ ലഭിച്ചൊരു കാലഘട്ടമാണ് ഈ കോവിഡിൻ്റെയൊക്കെ കാലഘട്ടം. ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ പരാധീനതകൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്ന അനുഭവമായിരുന്നു അത്. കാരണം കുട്ടികൾ വിദ്യാലയത്തിൽ നിന്ന് നേടുന്നത്, പ്രത്യേകിച്ച് പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടത്തിൽ അവർ കൂടുതലായിട്ട് നേടുന്നത് സാമൂഹ്യമായിട്ടുള്ള പരിശീലനത്തിൻ്റെ അനുഭവങ്ങളാണ്. കുടുംബത്തിൽ 1 or 2 മക്കളോ മാത്രമുള്ളൊരനുഭവത്തിൽ നിന്ന് ഒരുപാട് പേര് ഒരുമിച്ച് വരുമ്പോൾ മറ്റുള്ളവനെ എങ്ങനെ പരിഗണിക്കണം, മറ്റുള്ളവൻ്റെ ആവശ്യങ്ങൾ അത് എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്നൊക്കെ കൃത്യമായിട്ട് മക്കൾക്ക് പകർന്നു കിട്ടുന്ന, പരിശീലനം ലഭിക്കുന്ന അനുഭവമാണ്. കടന്നു വരുമ്പോഴത്തേക്ക് കുട്ടികളുടെയൊക്കെ ഫോട്ടോ വച്ചിട്ടുണ്ട്. ആ ഫോട്ടോയിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. സിംഗിൾ ഫോട്ടോസ് അല്ല, എല്ലാം ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോയാണ്, 3-4 പേര് വെച്ചിട്ടുള്ളത്. മിക്കവാറും എല്ലാ ഗ്രൂപ്പ് ഫോട്ടോയിലും കുട്ടികൾ തോളത്ത് കൈയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അങ്ങനെ 1 or 2 മക്കളൊക്കെയുള്ള കുടുംബത്തിൽ നിന്ന് വലിയൊരു സമൂഹത്തിലേക്ക് വരുമ്പോൾ ആ സമൂഹം അവന് നൽകുന്ന വലിയ പരിശീലനമുണ്ട്. അങ്ങനെ ഒരു സമൂഹത്തിൽ എങ്ങനെ മറ്റുള്ളവൻ്റെ ആവശ്യങ്ങളും മറ്റുള്ളവൻ്റെ അവകാശങ്ങളും സംരക്ഷിക്കണമെന്ന് കൃത്യമായിട്ട് അധ്യാപകർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സാമൂഹ്യവൽക്കരണത്തിലൂടെ വളരുന്ന അവരുടെ മനോഭാവങ്ങളും അവരുടെ ഇഷ്ടങ്ങളും അവരുടെ താല്പര്യങ്ങളുമൊക്കെ സമൂഹത്തിൻ്റെ നന്മ മുൻനിർത്തി ക്രമീകരിക്കാനൊക്കെ ആയിട്ട് കൃത്യമായിട്ടുള്ള പരിശീലനവും അതിനായിട്ടുള്ള അവസരങ്ങളുമൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നൽകുന്നത്. ആ ഒരു തലത്തിൽ സാൻജോ സ്കൂൾ നൽകുന്ന നല്ല പരിശീലനവും നല്ല മാതൃകയും കൃത്യമായിട്ട് നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതുതന്നെയാണ് ഈ സ്കൂളിനെ ഇന്നും പ്രസക്തമായിട്ട് നിലനിർത്തുന്നത്. എല്ലാ ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ഒരുപാട് നാളത്തെ ഒരുക്കവും പരിശീലനമൊക്കെയാണ് ഇന്ന് ഇവിടെ നമ്മുടെ മുമ്പിൽ വലിയ സന്തോഷത്തിൻ്റെ അനുഭവമായിട്ട് മാറുക. പുറകിൽ അധ്വാനിച്ച എല്ലാവരെയും ഏറ്റവും ഹൃദ്യമായിട്ടുള്ള രീതിയിൽ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ മക്കളുടെ പരിപാടികളെല്ലാം വരാനിരിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി. Thank you, Father, for your valuable presence and thankful words. അമേയ സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയാർഹരായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനായി ബഹുമാനപ്പെട്ട പീറ്ററച്ചനെ ക്ഷണിക്കുന്നു. ആദ്വിക് കൃഷ്ണൻ. അക്ഷിത അഖിൽനാഥ്. അമയ മനോജ്.
റിതിക ബിജു. വൈഭവ് കിരൺ. വർഗീസ് ബെൻ. സെയ്ഡൻ മാത്യു ലിൻസൺ. എല്ലാവരും കുട്ടികളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അദ്ബിക ഷിനീസ്. ജാൻവി മറിയം ജോമി. റിദ്വി എം ആർ. വേദിക വിഷ്ണു. ആദിക് രതീഷ്. Thank you, Father, and congrats, dear students. ശ്രുതിമധുരമായ ഗാനത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ തരളിതമാക്കാൻ നമുക്ക് മുൻപിലെത്തുന്നു മാസ്റ്റർ യാസിൻ. ചങ്ക് ചക്കുച്ച ചങ്ക് ചക്കുച്ച ചക്ക് ചങ്ക് ചക്കുച്ച കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. ചങ്ക് ചക്കുച്ച ചങ്ക് ചക്കുച്ച മരുഭൂമിയിലും സമൃദ്ധി നൽകും. ചങ്ക് ചക്കുച്ച ചങ്ക് ചക്കുച്ച അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും. അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ നീയായി തീരും. തേനരുവി പോലായി തീരും. നീയായി തീരും. തേനരുവി പോലായി തീരും. ചങ്ക് ചക്കുച്ച ചങ്ക് ചക്കുച്ച. താങ്ക് യു യാസിൻ. പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു. അനേകരെ തൻ്റെ ശ്രുതിമധുരമായ ഗാനത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് റെവറൻഡ് ഫാദർ വിപിൻ കുരിശിതറ. ഈ ആഘോഷരാവിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ആശംസകൾ നേരുന്നതിനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നോർത്ത് പാണാവള്ളി വികാരി റെവറൻഡ് ഫാദർ വിപിൻ കുരിശിതറയെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട രാജു ഔക്കാരനച്ച, യോഗത്തിൻ്റെ അധ്യക്ഷയായിരിക്കുന്ന
പ്രൊവിൻഷ്യൽ കൗൺസിലർ റവറൻഡ് സിസ്റ്റർ ഡെയ്സ് ജോൺ, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ പ്രിയ ബഹുമാനപ്പെട്ട പീറ്റർ അച്ച, വേദിയിലായിരിക്കുന്ന ട്രസ്റ്റി ശ്രീ ജോർജ് പട്ടിമഠം, PTA പ്രസിഡന്റ് ലിൻസൺ ചിറക്കൽ, ഇവരെല്ലാത്തിൻ്റെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരിയായ മദർ ജെറിൻ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഒത്തിരി സ്നേഹത്തോടെ ഈ ദിവസത്തിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ല, നിങ്ങളെല്ലാം കാത്തിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുമക്കളുടെ എന്ത് രസമായിട്ട് അവർ ഓൾറെഡി നല്ല പരിപാടികളുണ്ടെന്ന് തെളിവാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സൊക്കെ കണ്ടിരിക്കും അല്ലേ, നിങ്ങളത് കാണാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു സമ്മേളനമുണ്ട്, അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ പ്രത്യേകത. എന്തിനാണ് ഈ സമ്മേളനം വെച്ചേക്കണമെന്നറിയോ? കുറച്ചും കൂടി ഇരുട്ടാകണം, അപ്പോൾ ഈ ലൈറ്റൊക്കെ കളർഫുള്ളാവും, നിങ്ങളുടെ പിള്ളേരുടെ പരിപാടി അടിപൊളിയാവും. അതുവരെ ഞങ്ങളിങ്ങനെ ഓരോരുത്തരായിട്ട് മാറി മാറി വന്ന് ഇങ്ങനെ ആശംസകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. പക്ഷെ ഞാനിങ്ങനെ നോക്കാൻ നേരത്ത് നിങ്ങൾ സന്തോഷത്തോടെ ഇവിടെ പറയുന്ന ഓരോ അച്ഛന്മാരായിക്കോട്ടെ സിസ്റ്റർ ആയിക്കോട്ടെ ആര് പറഞ്ഞാലും വളരെ സ്നേഹത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അതിലും തിളക്കം നിങ്ങളുടെ കണ്ണിൽ കണ്ടത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സമ്മാനം മേടിക്കാൻ വരാൻ നേരത്താണ്. ആ സമയത്തൊരു തീഷ്ണത ഭയങ്കരമാണ് നിങ്ങളിങ്ങനെ നിങ്ങളുടെ കണ്ണിലൊക്കെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, പാരൻസിനോട് ചോദിച്ചോട്ടെ, നിങ്ങളുടെ കയ്യിൽ ബലൂണൊക്കെ ഉണ്ടെന്നറിയാം, ഭംഗിയായിട്ടുള്ള ബലൂണൊക്കെ ഉണ്ടെന്നറിയാം, എന്നാലും ചോദിക്കുകയാണ്, ആദ്യമായിട്ട് ഇന്ന് എൻ്റെ കുഞ്ഞ് സ്റ്റേജിൽ സമ്മാനം മേടിച്ച പാരൻസ് ഒന്ന് കൈവെക്കാവോ? ആ കുഞ്ഞിൻ്റെ പാരൻസ് ഒരു ഓക്കെ, കുറച്ച് പേരുണ്ട്, കുറച്ച് പേർക്ക് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അതാദ്യമായിട്ട് എൻ്റെ കുഞ്ഞ് ഇവിടെ വേദിയിൽ കയറി സമ്മാനം മേടിക്കുക, അത് ചെറിയൊരു കാര്യമല്ല. ഇങ്ങനെ കൊതിച്ച് കഴിഞ്ഞ ദിവസം എൻ്റെ അനിയൻ്റെ കുഞ്ഞ് അവൻ ആദ്യമായിട്ടൊരു ഡാൻസ് കഴിഞ്ഞ ദിവസം അവിടുത്തെ സ്കൂളിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അനിയനും വൈഫും അപ്പച്ചനും അമ്മച്ചിയും എല്ലാവരും കൂടി പോവുകയാണ്. അവൻ ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസ്. അവനാണെങ്കിൽ ഡാൻസ് തെറ്റിക്കുകയും ചെയ്തു, പക്ഷേ അതൊരു രസമായിരുന്നു, മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പരിപാടി കാണാനായിട്ട് തീഷ്ണയോടെ നിങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരിക്കൽ കൂടി സ്നേഹത്തോടെ മംഗളങ്ങൾ നേരുകയാണ്. ഞാനൊരു കുഞ്ഞു കഥ മാത്രം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു നഴ്സറി സ്കൂള്, ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ളൊരു നഴ്സറി സ്കൂൾ. ആ നഴ്സറി സ്കൂളിലെ UKG പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു കുട്ടിയോട് പറഞ്ഞു, നാളെ വരാൻ നേരത്ത് നീ നിൻ്റെ ഡാഡീനെയും വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഇവൻ ചെന്ന് മമ്മിയോട് പറഞ്ഞു, നാളെ ഡാഡിയോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. മമ്മി രാത്രി ഡാഡിയോട് പറഞ്ഞു, അതെ നാളെ നിങ്ങൾ നഴ്സറി സ്കൂളിലൊന്ന് ചെല്ലണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് സമയമില്ല, നീ ചെന്നാൽ മതി, നിനക്കറിയാമല്ലോ എൻ്റെ തിരക്കെന്നറിയാലോ ചെയ്യും. അവസാനം പിറ്റേ ദിവസം ഭാര്യ ചെല്ലുകയാണ്, അമ്മ ചെല്ലുകയാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, അമ്മയുടെ അല്ലല്ലോ വരാൻ പറഞ്ഞു, അപ്പനോടല്ല, അപ്പൻ തന്നെ വരണമെന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് അമ്മ അപ്പനോട് പറഞ്ഞു, നാളെ നിങ്ങൾ തന്നെ ചെല്ലണമെന്ന് പറഞ്ഞു. മനസ്സോടെ ലീവൊക്കെ എടുത്ത് അയാൾ ചെല്ലുകയാണ്. ചെന്ന് കഴിഞ്ഞ ഉടനെ ടീച്ചർ പറഞ്ഞു, അയാളുടെ മുഖത്ത് അതിൻ്റെയൊക്കെ ഒരു ദേഷ്യവും ഒരു ബുദ്ധിമുട്ടൊക്കെയാണ്. ഉടനെ തന്നെ പറഞ്ഞു, എന്തിനാണ് വിളിപ്പിച്ചതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇരിക്കാനും സമയമില്ലെന്ന് പറഞ്ഞു, ഇരിക്കുക കാമായിട്ടിരിക്കാൻ പറഞ്ഞു. അയാൾ ഇരുന്ന് കഴിഞ്ഞ് ചോദിച്ചു, എന്തിനാണ് വിളിപ്പിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, താങ്കളുടെ മകൻ വരച്ച ഒരു ചിത്രം കാണിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര ദേഷ്യം വന്നു. എൻ്റെ മോൻ വരച്ചൊരു ചിത്രം കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്കറിയില്ല, എൻ്റെ സമയത്തിൻ്റെ വില നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് അയാൾ അവിടെ കിടന്ന് കയർക്കാൻ തുടങ്ങി. പറഞ്ഞാൽ ആ ടീച്ചർ പറഞ്ഞു, നിങ്ങളൊന്ന് കാമാകൂ. ഞാൻ എന്നിട്ട് ഈ ചിത്രം അവനെ കാണിച്ചു കൊടുത്തു. കൊച്ചു വരച്ച ഈ പുള്ളിയുടെ മോൻ വരച്ച ഒരു ചിത്രമാണ്, സുന്ദരമായ ചിത്രം. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഇവിടെയൊക്കെ വരപ്പിക്കുന്ന പോലത്തെ തന്നെ മൈ ഫാമിലി, അവൻ വരച്ച അവൻ്റെ കുടുംബത്തിൻ്റെ ചിത്രമാണ്. അവൻ്റെ സുന്ദരമായ വീട്, ബംഗ്ലാവ് പോലെയുള്ള നല്ല വലിയ വീട്, കാറ്, അവൻ്റെ അപ്പാപ്പൻ അമ്മാമ്മ, അവൻ്റെ അമ്മ, അവൻ്റെ ചേട്ടൻ ചേച്ചി, അവൻ്റെ കുഞ്ഞനുജത്തി, വീട്ടിലെ പട്ടി. പക്ഷേ ഒരാൾ മാത്രം ആ ഫോട്ടോയിൽ ഇല്ലായിരുന്നു, അവൻ വരച്ച പടത്തിലില്ലായിരുന്നു. അതവൻ്റെ അപ്പനായിരുന്നു. ബാക്കി എല്ലാവരും ഉണ്ട്. ഭയങ്കര സങ്കടമായി അയാൾക്ക്. അയാൾ സങ്കടപ്പെട്ടു പോയി. വീട്ടിലെല്ലാവരും ഉണ്ട്, വീട്ടിലെ പട്ടി പോലും ഉണ്ട്, പക്ഷെ അപ്പനായ ഞാനില്ല. നമുക്കറിയാം, ഇന്നിവിടെ നിങ്ങൾ പാരൻസ് നിൽക്കാൻ നേരത്തെ ഒത്തിരി സന്തോഷമുണ്ട്. ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. ചില സമയങ്ങളിൽ ഈ പാരൻസ് നമ്മൾ ഈ കുഞ്ഞിലേ വരുന്ന തീഷ്ണത കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിപ്പോകും. ചിലപ്പോൾ ഞങ്ങൾ അച്ഛന്മാർ രാജുവച്ചനൊക്കെ ഉണ്ട്, ഈ കുമ്പസാര രഹസ്യം പറയുന്നില്ല, എന്നാലും ചില അപ്പച്ചന്മാരുടെ നിലവിളികൾ ഞങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട്. ഒന്നുമില്ലായിരുന്നു അച്ഛാ, പുറത്തൊക്കെ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയെന്ന് എനിക്ക് കാണുന്ന വീടും അതും ഇതും അല്ല. ഈ പുറത്തൊക്കെ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയപ്പോൾ
എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ഈ ജീവിത പങ്കാളിയും മക്കളും മാത്രമേ ഉണ്ടായിരുന്നു. ഇന്നെല്ലാം നേടി, എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നേടി. പക്ഷേ ആർക്ക് വേണ്ടിയാണോ ഞാൻ നേടിയത്, അവരുടെ ഉള്ളിൽ വലിയ സ്ഥാനവും ഇല്ലെന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന അപ്പച്ചന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും വരുത്തി തീർക്കുന്നത് അവർ തന്നെയാണ്. എനിക്ക് നിങ്ങളുടെ പാരൻസിനോട് പറയാനുള്ളത്, മനോഹരമായ ഈ ആനുവൽ ഡേക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുഞ്ഞുങ്ങളുടെ കൂടെ ഒപ്പമായിരിക്കുക. ഇന്ന് ഈ കുഞ്ഞുങ്ങൾ നിങ്ങളോട് പറയും, കൊച്ചു കുഞ്ഞുങ്ങൾ പറയും, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഡാഡാണ്, എൻ്റെ മമ്മിയാണെന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ അത് മാറിപ്പോവും. നിങ്ങളും ആദ്യമായിട്ടല്ലേ അപ്പച്ചനും അമ്മച്ചിയാകുന്നത്. നിങ്ങളുടെ ഈ കുഞ്ഞായപ്പോൾ തന്നെ ഒത്തിരി നാളത്തെ അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ലല്ലോ. അപ്പോൾ നല്ല അപ്പനാകാൻ പറ്റണം, അമ്മയാകാൻ പറ്റണം. ഈ കുഞ്ഞ് വളരുന്ന രീതിയിലനുസരിച്ച് നമ്മളും അപ്ഡേറ്റഡ് ആകണം. അവൻ ഏറ്റവും ഏത് കാര്യങ്ങളും വന്ന് തുറന്നു പറയാൻ പറ്റുന്ന രീതിയിൽ, ഏത് സങ്കടവും തുറന്നു പറ്റാൻ പറ്റുന്ന രീതിയിൽ അവൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടും ആയിരിക്കണം. ഏറ്റവും ബെസ്റ്റായിട്ട് അവൻ്റെ ഉള്ളിൽ എന്ത് സങ്കടം വന്നാൽ ആദ്യം തെളിഞ്ഞ് വരേണ്ടത് വേറെ ആരുടെ മുഖമല്ല, പപ്പയുടെ, മമ്മിയുടെ. ആ രീതിയിൽ വളർന്നു വരട്ടെ. ഏറ്റവും വലിയ പാരൻസ് നിങ്ങളുടെ തന്നെയാണ്, ഏറ്റവും വലിയ ടീച്ചേഴ്സ് നിങ്ങൾ തന്നെയാണ്. ഞാൻ ഒരിക്കൽ കൂടി ഈ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുകയാണ്. കാരണം എന്ത് ഭംഗിയായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ജെറിൻ സിസ്റ്ററിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നല്ല കളർഫുള്ളായിട്ട് ആ വന്ന് കയറുമ്പോൾ തന്നെ ഈ സ്വാഗതം ചെയ്യുന്ന ആ പ്ലക്കാർഡ് ഉണ്ടല്ലോ, കൊച്ചു കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖമായിട്ടൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഈ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി കരങ്ങളുണ്ട്. അവരെല്ലാവരും സ്നേഹത്തോടെ അഭിനന്ദിക്കുകയാണ്. ഒരു കുഞ്ഞു പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പാട്ടും കൂടി പാടിയിട്ട്, ഇതൊരു കുഞ്ഞിൻ്റെ ഒരു നാടൻ പാട്ടാണ്. നാടൻ പാട്ടെന്നൊക്കെ പറഞ്ഞാലും ഒരു സാഡായിട്ടുള്ളൊരു പാട്ടാണ്. നമ്മൾ ഈ വയലോപ്പള്ളിയുടെ മാമ്പഴത്തിൽ ആ കവിതയിൽ ഒരമ്മയുടെ വേദന നമ്മൾ കാണുന്നുണ്ട്. ഇത് അമ്മയുടെ വേദനയല്ല, ഒരു ഉണ്ണിക്കുട്ടൻ്റെ, ഒരു കുഞ്ഞവൻ്റെ അമ്മയെ ഓർത്തുള്ളൊരു വേദനയാണ്. ആ ഒരു കൊച്ചു കവിതയും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കിൽ ഇവിടെ നിർത്തുകയാണ്. ഇച്ചിരി ഡിലേക്ക് നിട്ട്. കണ്ടു നാട്ടാരേ, കണ്ടു എൻ നാട്ടാരേ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ? കണ്ടു നാട്ടാരേ, കണ്ടു എൻ നാട്ടാരേ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ? കാലമതിക്കാലേ കൂരേന്ന് പോയില്ലേ, തിരികെ വന്നപ്പോ കണ്ടില്ലോളേ. കഞ്ഞി കുടിക്കാണ്ട്, പഴം കഞ്ഞി കുടിക്കാണ്ട്, കാലം പുലർക്കാലെ പോയതാണേ. മേലെ കണ്ടത്തില് വിത്തേറിയാനായി, നേരം പുലർന്നപ്പോ പോയതാണേ. ഉണ്ണി കരയുന്നേ, പൊന്നുണ്ണി കരയുന്നേ, ഉണ്ണിടമ്മായി തെങ്ങോ പോയി. ഉമ്മ കൊടുക്കാണ്ട്, അമ്മിഞ്ഞ കൊടുക്കാണ്ട്, എൻ്റെ പൂങ്കാവിതെങ്ങോ പോയി. കർക്കിടകപ്പെയ്ത്തിൽ പെരുവെള്ളമൊഴുകിപ്പോ, കർക്കിടകപ്പെയ്ത്തിൽ പെരുവെള്ളമൊഴുകിപ്പോ, ഉണ്ണിടമ്മ ഉണ്ണി കരയുന്നേ, പൊന്നുണ്ണി കരയുന്നേ, എൻ്റെ പൂങ്കാവ് കേൾക്കുന്നുണ്ടോ? ഉണ്ണി കരയുന്നേ, പൊന്നുണ്ണി കരയുന്നേ, എൻ്റെ പൂങ്കാവ് കേൾക്കുന്നുണ്ടോ? എൻ്റെ പൂങ്കാവ് കേൾക്കുന്നുണ്ടോ? ഒരിക്കൽ കൂടി ഈ വാർഷികാഘോഷത്തിന് എൻ്റെ സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മൂല്യാധിഷ്ഠിതമായ വാക്കുകളിലൂടെയും ശ്രുതിമധുരവും അർത്ഥപൂർണവുമായ ഗാനത്തിലൂടെയും ഞങ്ങളുടെ മനസ്സുകളെ ഉയർത്തിയ സ്നേഹം നിറഞ്ഞ വിപിനച്ചന് ഒത്തിരി നന്ദി. അമ്മയെ സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക്
സമ്മാനങ്ങൾ നൽകുന്നതിനായി സ്നേഹബഹുമാനപ്പെട്ട വിപിനച്ഛനെ ക്ഷണിക്കുന്നു. അമൻഡ ഹാരിസ്, ഓസ്റ്റിൻ ഹാരിസ്, എമീക്ക മറിയം, സപ്ത വിനീത്, മുഹമ്മദ് ഹാറൂൺ, ജെനി ജോബി, Thank you, Father, and congrats, dear students. Sorry, Jovan Maria Emmanuel. Thank you, Father, and congrats, dear students. മാതാപിതാക്കളും നാട്ടുകാരും നൽകുന്ന കരുത്താണ് കുഞ്ഞുമക്കളെ കലാപ്രതിഭകളാക്കി ജീവിതത്തിൻ്റെ ഉന്നതിയിലേക്ക് ഉയർത്തുന്നത്. ഈ സുന്ദര സുദിനത്തിൽ കുഞ്ഞുമക്കൾക്ക് ആശംസകൾ നേരുന്നതിനായി എത്തിയിരിക്കുന്ന പാണാവള്ളി സെൻറ്റ് അഗസ്റ്റീൻ ചർച്ച് ട്രസ്റ്റി ശ്രീ ജോർജ് പട്ടിമഠത്തെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഞങ്ങളുടെ സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് വികാരി രാജു ഔക്കാനച്ച, അധ്യക്ഷ പ്രസംഗം നടത്തിയ ഡെയ്സി ജോൺ, സിസ്റ്റർ ഡെയ്സി ജോൺ FCC, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ഫാദർ പീറ്റർ കാഞ്ഞിരക്കാട്ടുകരി, സെൻറ്റ് സേവിയേഴ്സ് ചർച്ച് വെല്ലിയാറ, ഫാദർ വിപിൻ കുരിസറ, വികാരി സെൻറ്റ് ജോസഫ് ചർച്ച് പാണാവള്ളി, ഇതിൻ്റെ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ ഈ കോൺവെൻറ്റിലെ മദർ, ഈ മദറിനെ നമുക്ക് എത്ര പ്രശംസിച്ചാലും മതിയാകത്തില്ല. കാരണം ഒരു മാസക്കാലമായി ഈ ആഘോഷത്തിൻ്റെ പിറകിലാണ്. ഞാൻ എല്ലാ ദിവസവും തന്നെ ഈ കോൺവെൻറ്റിൽ വരാറുണ്ട്. സിസ്റ്റർ ഭയങ്കര തിരക്കാണ്. കാരണം ഇതെങ്ങനെ ഭംഗിയാക്കാം, എത്ര വളരെ ഭംഗിയാക്കാമെന്ന ഒറ്റ ചിന്ത മാത്രമാണ് സിസ്റ്ററിനുള്ളത്. പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, കുഞ്ഞുങ്ങൾ നമുക്ക് ദൈവം തന്ന വരദാനമാണ്. മക്കളെ സ്നേഹപൂർവ്വം വളർത്തുക, അവരെ ലാളിക്കുക, അവരെ പരിപാലിക്കുക എന്നതാണ് മാതാപിതാക്കൾ നോക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏതൊരു കുഞ്ഞിനെ നോക്കിയാലും 2 വയസ്സ് കഴിഞ്ഞാൽ 3 വയസ്സ് കഴിഞ്ഞാൽ മൊബൈൽ വെച്ചുകൊണ്ടുള്ള കളികളാണ്. പ്രിയപ്പെട്ടവരെ, മൊബൈൽ കൊടുക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, അത് വളരെ ദോഷം ചെയ്യുന്നൊരു കാര്യമാണ്. മൊബൈലിൻ്റെ അറിവ് നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ അത് അത്യാവശ്യത്തേക്കാൾ വളരെ ദോഷം ചെയ്യും.
അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓരോ കളികളും ചിരികളും കാണുവാൻ വേണ്ടി നമ്മൾ ഉത്സാഹിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. ഞാൻ ഡിഫൻസിൽ ജോലി ചെയ്തവനാണ്. ഓരോ വർഷവും അവധിക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ കാണാനാണ്. അവരോട് പിരിഞ്ഞ് 2 മാസമോ 3 മാസമോ കഴിഞ്ഞ് അവധി തിരിച്ച് പോകുമ്പോൾ എനിക്ക് പോകാൻ സാധിക്കത്തില്ല. കാരണം അത്രയും മനസ്സിൻ്റെ പ്രയാസമാണ് എനിക്ക് എൻ്റെ മക്കളെ പിരിഞ്ഞു പോവുക. കാരണം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ ചിരിയോ കളിയോ കാണാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ ലീവ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എൻ്റെ ഭാര്യയോട് പറയുന്നത് എൻ്റെ മക്കളുടെ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ്. കാരണം നമ്മുടെ മക്കളാണ് നമ്മുടെ എല്ലാം. നമ്മൾ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ആ മക്കളെ വളരെ ഭംഗിയായി വളർത്തുവാനായിട്ട്, വളരെ സന്തോഷത്തോടെ വളർത്തുവാനായിട്ട്, വളരെ ഉന്നതിയിലേക്ക് വളർത്തുവാനായിട്ട് നമ്മളെല്ലാവരും കിണഞ്ഞു പരിശ്രമിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇന്ന് നമ്മുടെ മക്കൾ വളർന്നു വലുതായി ഡോക്ടറാകുന്നുണ്ട്, എൻജിനീയർ ആകുന്നുണ്ട്, അധ്യാപകരാകുന്നുണ്ട്. ചിലർക്ക് ജോലി മേടിക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. എന്നിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ മക്കളെ വളരെ സന്തോഷത്തോടും സൗഭാഗ്യത്തോടും വളർത്തുവാനുള്ള പ്രയത്നം നമ്മൾ ഏത് രീതിയിലും പ്രയത്നിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സാൻറ് ജോർജ് നഴ്സറിയുടെ 57ാമത് വർഷം ഇതിന് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. അമേയ റിസർച്ച് എക്സാമിനേഷനിൽ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനായി ശ്രീ ജോർജ് പട്ടണമടത്തെ ക്ഷണിക്കുന്നു. ആരാധ്യ സനു, മുഹമ്മദ് അഫ്വാൻ, ശ്രയാൻ എസ്, ഏഞ്ചൽ തങ്കച്ചൻ, ധ്രുവ് എസ് രാജ്, മുഹമ്മദ് യാസിൻ, ക്രിസ്ത്യാനോ ജെറിൻ, മുഹമ്മദ് സാഹിൽ, താങ്ക് യു സർ ആൻഡ് കൺഗ്രാറ്റ്സ് ഡിയർ സ്റ്റുഡൻസ്. സർവശക്തൻ്റെ അനുഗ്രഹത്താലും വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്താലും മാതാപിതാക്കളുടെയും നാട്ടുകാരുടെയും പ്രോത്സാഹനത്താലും സ്വമനസ്സുകളുടെ സഹായത്താലും എല്ലാറ്റിലും ഉപരി കലാപ്രതിഭകളായ നമ്മുടെ കുട്ടികളുടെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികളാലും ധന്യമാണ് ഈ വാർഷികാഘോഷം. ഈ വാർഷിക ആഘോഷത്തിൽ കൃതജ്ഞതയർപ്പിച്ച് സംസാരിക്കുന്നതിനായി PTA പ്രസിഡന്റ് ശ്രീ ലിൻസൺ ചിറക്കലിനെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ രാജു അബുക്കാർനച്ച,
സിസ്റ്റർ ഡെയ്സ് ജോൺ, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ പീറ്റർ കാഞ്ഞിരക്കാട്ടുകാരച്ച, ആശംസാ പ്രസംഗം നടത്തിയ ബിബിനച്ച, ജോർജ് ഏട്ട, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, നമ്മളെല്ലാവരും വളരെയേറെ സന്തോഷത്തോടും ആകാംക്ഷയോടും കൂടെയാണ് ഇവിടെ നിന്നായിരിക്കുക. ഞാൻ ഈ നോട്ടീസ് നോക്കുമായിരുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 57ാമത്തെ വാർഷികാഘോഷമാണ് നമ്മുടെ സ്കൂളിൻ്റെ. 57ാമത്തെ വാർഷികം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മാതാപിതാക്കളായ നമ്മളിൽ ചിലരും ഒരുപക്ഷെ കുട്ടികളുടെ ഗ്രാൻഡ് പാരൻസ് വരെ ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത്രയേറെ പാരമ്പര്യമുള്ള ഒരു സ്കൂളാണിത്. അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ഒരു മാറ്റമായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫോർമേഷൻ. നമ്മുടെ ഇടവകയിൽ, ഈ പണാവള്ളി ഇടവകയിലെ ഒരുപക്ഷെ കൂടുതൽ ആളുകളും ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയതായിരിക്കാം. അതിൻ്റെ ഒരു ബേസിക് ഫോർമേഷൻ അവരുടെ സ്വഭാവഘടനയിലും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ നമുക്കിന്ന് ഇവിടെ സമ്മാനങ്ങൾ മേടിച്ച നമ്മുടെ എല്ലാ കുഞ്ഞുമക്കൾക്കെയും അഭിനന്ദിക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നന്ദി പറയുക എന്നുള്ള എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മളെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആദ്യമായിട്ട് പ്രിൻസിപ്പൽ റവറൻഡ് സിസ്റ്റർ ജെറിൻ ജോസ് സിസ്റ്ററിന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. കാരണം നമ്മുടെ കുഞ്ഞുമക്കളുടെ ഫോർമേഷൻ്റെ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്ന സിസ്റ്ററാണ്. മാതാപിതാക്കളായ നമ്മൾ കുഞ്ഞുങ്ങളോട് ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഒരുപക്ഷെ സിസ്റ്റർ ഇവിടുത്തെ കുഞ്ഞുങ്ങളോട് ചെലവഴിക്കുന്നുണ്ട്. നമ്മൾ ഒരുപക്ഷെ സ്കൂളിൽ കുഞ്ഞുങ്ങളെ വിട്ട അതിനേക്കാൾ ഒത്തിരി അവരുടെ ക്യാരക്ടറും അവരുടെ ബേസിക് സ്ട്രക്ചർ തന്നെ ചേഞ്ച് ആയിട്ടാണ് പിള്ളേർ വീട്ടിലേക്ക് വരുന്നത്. അവർ ഗുഡ് മാനേഴ്സ് പഠിപ്പിക്കുന്നു, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. നമ്മളൊരു കുഞ്ഞുങ്ങളെ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സിസ്റ്ററിന് ഏറെ സ്നേഹത്തോടെ ഞാൻ വീട്ടിൽ നമ്മളൊരു പക്ഷേ സ്കൂളും ആക്കുന്നതിന് മുമ്പ് ഉള്ള അവരുടെ ഒരു ക്യാരക്ടറും അവരുടെ ഒരു മാനേഴ്സും ഇപ്പോൾ നമുക്ക് വീട്ടിൽ അവർ വരുമ്പോഴത്തേക്കുള്ള ഒരു മാനേഴ്സും നമുക്ക് കാണാൻ വളരെ വ്യത്യാസമുണ്ട്. കുട്ടികൾ പ്രാർത്ഥിക്കാൻ പഠിക്കുന്നു, ഗുഡ് മാനേഴ്സ് പഠിക്കുന്നു, ആളുകളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് പഠിക്കുന്നു. അതെല്ലാം എനിക്ക് ഉറപ്പാണ് നമ്മുടെ സ്നേഹപരപ്പെട്ട സിസ്റ്റർ കൊടുക്കുന്ന ഒരു ഗൈഡൻസും സിസ്റ്ററിന് കൊടുക്കുന്ന ഒരു ഫോർമേഷന്റെയും ഭാഗമായിട്ടാണ്. ഏറെ സ്നേഹത്തോടെ സിസ്റ്ററിന് ഇവിടെ കുടിയിരിക്കുന്ന മാതാപിതാക്കളുടെ പേരിൽ ടീച്ചറുടെ പേരിലും നന്ദി പറയുന്നു. അടുത്തത് നമുക്കായി ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ വികാരിയച്ഛൻ റവറൻഡ് ഫാദർ രാജു ഔക്കാരനാണ് ഞാൻ നഗരാന്റെ അവസരം ഉപയോഗിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ കുഞ്ഞുമക്കളുടെ കാര്യത്തിൽ വളരെയേറെ ആകാംക്ഷയും അവരോടുള്ള സ്നേഹം എപ്പോൾ കണ്ടാലും അവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം അന്വേഷിക്കും. അച്ഛൻ കുട്ടികളോടുള്ള അച്ഛൻ്റെ വാത്സല്യം തന്നെ നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട അച്ഛനും കുട്ടികളുടെ പേരിലും മാതാപിതാക്കളുടെ പേരിലും നന്ദി പറയാം. അടുത്തതായി നമുക്ക് അധ്യക്ഷ പദവി അലങ്കരിച്ച സിസ്റ്റർ ഡെയ്സ് ജോണിന് നന്ദി പറയാനായിട്ട് അവസരം ഉപയോഗിക്കുകയാണ്. സിസ്റ്ററിന്റെ പ്രസംഗത്തിന്റെ സമയത്ത് പറയുകയുണ്ടായി, കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട പോസിറ്റീവ് എനർജിയെ കുറിച്ച് സിസ്റ്റർ സംസാരിക്കുകയുണ്ടായി. അത് വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ ഒരുപക്ഷെ അവരുടെ ഫോർമേഷൻ, അവർക്ക് കൊടുക്കേണ്ട ഫോർമേഷന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ അവർക്കായിട്ട് പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെയും നമ്മുടെ ടീച്ചേഴ്സ് എന്ന നിലയിൽ നമ്മുടെ ഓരോ ടീച്ചേഴ്സിന്റെയും കടമയാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു മെസ്സേജ് നമുക്കായി പകർന്നു നൽകിയ സിസ്റ്റർ ഡേസിക്ക് പിടിഎയുടെ പേരിൽ നന്ദി പറയാം. അടുത്തതായി അനുഗ്രഹ പ്രഭാഷണം നടത്തിയ വലിയറ പള്ളിയുടെ വികാരിയച്ഛനായ പീറ്റർ കാഞ്ഞിരക്കാട്ടുകാരിയച്ഛന് നന്ദി പറയാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. അച്ഛൻ്റെ കുറച്ച് ദരിദ്രമുള്ള അച്ഛൻ ഇവിടുന്ന് പോയെങ്കിലും അച്ഛനും വളരെയേറെ സ്നേഹത്തോടെ പിടിഎയുടെ പേരിൽ നന്ദി പറയാം. ആശംസാ പ്രസംഗം നമുക്ക് പറയുകയും നമുക്കായി നല്ലൊരു ഗാനം ആലപിക്കുകയും ചെയ്ത സ്നേഹവാനപ്പെട്ട ബിബിനച്ഛൻ, അദ്ദേഹത്തെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട.
is a man who needs no introduction. അച്ഛനൊരു സെലിബ്രിറ്റി ആണെന്ന് നമുക്കറിയാം. അച്ഛൻ്റെ എല്ലാ തിരക്കുകളും അവഗണിച്ച് അച്ഛൻ ഇവിടെ വരികയും നമുക്കായി സമയം ചെലവഴിക്കുകയും ചെയ്തതിന് അച്ഛന് സ്നേഹത്തിന്റെ ഭാഷയിൽ PTAയുടെ പേരിൽ നന്ദി പറയുന്നു. അടുത്തതായി നമുക്കായി ഈ സ്റ്റേജും ഇവിടുത്തെ ഓരോ സെറ്റിങ്ങും ചെയ്തു തന്ന ആളുകൾക്ക് നന്ദി പറയുകയാണ്. നമുക്കായി സ്റ്റേജ് അലങ്കരിച്ച കുട്ടായി ചേട്ടനും കൂട്ടുകാർക്കും, ലൈറ്റ് ആൻഡ് സൗണ്ട് ബിനീഷിനും, LED വർക്ക് ചെയ്ത രവി ചേട്ടനും, അതുപോലെ നമുക്ക് അവിടുന്ന് നമ്മൾ റാലി വന്നപ്പോഴത്തേക്ക് നമുക്ക് ആ ചെണ്ടമേളം നടത്തിയ ചേട്ടന്മാർക്കും ഈ അവസരത്തിൽ PTAയുടെ പേരിൽ നന്ദി പറയുകയാണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാനായിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആരെയും നമുക്ക് സമയക്കുറവ് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എങ്കിലും ഈ ഇത്ര മനോഹരമായിട്ട് ഈ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്ത ഫുഡ് മുതൽ നമുക്ക് സ്നാക്സ് മുതൽ നമുക്ക് ഓരോ ചെയർ സെറ്റ് ചെയ്യുന്നതിനും ഓരോ കാര്യത്തിനും വളരെ സജീവമായി പ്രവർത്തിച്ച എല്ലാ ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനും PTAയുടെ പേരിൽ സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്താനായിട്ട് ഒരുപക്ഷെ ഒരു നല്ലൊരു ചെലവ് വരും. അപ്പം അതിനായിട്ട് നമുക്കൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് അധികമായിട്ടുള്ള എമൗണ്ടുകൾ കാര്യങ്ങൾ വേണ്ടി വന്നിരുന്നു. അപ്പം നമുക്ക് മനസ്സറിഞ്ഞ് സ്പോൺസർ ചെയ്ത എല്ലാ മാതാപിതാക്കൾക്കും ഓരോ ഇടപാടുകൾക്കും ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലാവിരുദ്ധനാണ്. അപ്പോൾ അതിനുവേണ്ടി അവരെ ഒരുക്കിയ നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ അധ്യാപകരുണ്ട്, അതുപോലെ ഡാൻസ് ടീച്ചേഴ്സായ അനിത ടീച്ചറും ജയലക്ഷ്മി ടീച്ചറും ഉണ്ടായിരുന്നു. അവരുടെ ആ വർക്കിന്റെ നമ്മളിനി കാണാതിരിക്കുന്നതേ ഉള്ളൂ, എങ്കിലും അഡ്വാൻസ് ആയിട്ട് അവർ ചെയ്ത നല്ലൊരു സേവനത്തിന് PTAയുടെ പേരിൽ നന്ദി പറയുകയാണ്. നമുക്കായി പ്രോഗ്രാം അനൗൺസ് ചെയ്ത സ്റ്റെല്ല സിസ്റ്ററിനും സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറയാം. അതുപോലെ നമ്മുടെ സ്കൂളിലെ ടീച്ചർമാർ ബീന ടീച്ചറും അതുപോലെ നമ്മുടെ ലീലി ചേച്ചി, ഇവർക്കും കുഞ്ഞുങ്ങളെ ഒരുക്കുന്നതിൽ ഇവരുടെ പങ്ക് ചെറുതല്ല. നമ്മുടെ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നതിലും ഈ ഡാൻസ് അവരെ പ്രാക്ടീസ് ചെയ്യുന്നതിനും കുഞ്ഞുങ്ങളെ ഒരു ഡിസിപ്ലിൻ ആയിട്ട് നിലനിർത്തുന്നതിനും ടീച്ചേഴ്സ് എടുക്കുന്ന സ്ട്രെയിൻ ചെറുതല്ല. ഞാൻ ഡെയിലി വരുമ്പോൾ കാണുന്നതാണ്. അപ്പോൾ അവരുടെ സേവനത്തിനും അവരുടെ കാര്യക്ഷമതയ്ക്കും PTAയുടെ പേരിൽ നന്ദി പറയുകയാണ്. നമ്മുടെ ഇവിടുന്ന് മറ്റു ജോലി നേടി നമ്മൾ ഇവിടുന്ന് പോയ ടീച്ചർ നമുക്കിവിടെ നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ടീച്ചർക്കും സ്നേഹത്തിന്റെ ഭാഷ നന്ദി പറയുക. നമുക്ക് അതുപോലെ ഒരാളെ വിട്ടുപോയി, നമ്മുടെ ഫോട്ടോഗ്രാഫി വീഡിയോ ഒക്കെ ചെയ്ത പവിയുടെ സുഹൃത്തുക്കളെയാണ്. അപ്പോൾ പവിക്കും സ്നേഹത്തിന്റെ ഭാഷ നന്ദി പറയാം. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് നമുക്ക് സ്കൂളിന്റെ ഓരോ പ്രോഗ്രാമിനായിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഗ്രീനയാണ്. നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുഞ്ഞിന്റെ അമ്മയാണ്. ഗ്രീനയ്ക്കും സ്നേഹത്തിന്റെ ഭാഷ നന്ദി പറയാം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മുടെ ഇവിടെ നമ്മുടെ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത് ഓടി വന്ന എല്ലാ പാരൻസും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ദിനം മാറ്റിവെച്ചതിന് PTAയുടെ പേരിൽ എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതുപോലെ നമ്മുടെ അവരുടെ ഓരോ അവരുടെ അടുത്ത് പ്രകടിപ്പിച്ച കുഞ്ഞുമക്കൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇനി ആരെങ്കിലും നമ്മുടെ സമയപരിധി പറഞ്ഞാൽ ആരെങ്കിലും മെൻഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും സ്നേഹത്തിന്റെ ഭാഷ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.
itself to light the way for others. 10 വർഷക്കാലത്തോളം ഈ സാൻജോ നഴ്സറി സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നേകി തൻ്റെ സമയവും കഴിവുമെല്ലാം ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്കും കുട്ടികളുടെ അഭിവൃദ്ധിക്കും വേണ്ടി വ്യയം ചെയ്ത സ്നേഹം നിറഞ്ഞ ടീച്ചറിന് സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും അടയാളമായി മൊമെൻ്റം നൽകുന്നതിനായി ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ജെറിൻ ജോസിനെ ക്ഷണിക്കുന്നു.